C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഈ കഥ പറയാനുണ്ട്. കുടജാദ്രിയിലെ ഗണപതി ഗുഹയിൽ തപസ് ചെയ്തിരുന്ന മൂകാസുരന്റെ മുന്നിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയും തന്റെ കമണ്ഡലത്തിലെ ജലം അസുരന്റെ മുഖത്ത് തളിച്ച് ഉണർത്തുകയും ചെയ്തു. എന്നിട്ട് ബാക്കി വന്ന ജലം ബ്രഹ്മാവ് മൂകാസുരന് കുടിക്കാൻ വേണ്ടി നൽകി. ആവശ്യത്തിന് കുടിച്ചതിനു ശേഷം ബാക്കി വന്ന ജലം അസുരൻ നിലത്തൊഴിച്ചു കളഞ്ഞു. എന്നിട്ട് ബ്രഹ്മാവിന്റെ കമണ്ഡലുവിൽ നിന്നൊഴിച്ച ആ ജലമാണ് സൗപർണിക നദിയായി മാറിയതെന്നാണ് ഐതിഹ്യം. മൈ ഗോഡ്, വണ്ടർഫുൾ സ്റ്റോറി. കേൾക്കാൻ തന്നെ നല്ല സുഖമുണ്ട് കേട്ടോ. സൗപർണിക എന്ന പേരിന് പിന്നിൽ മറ്റൊരു കഥ കൂടിയുണ്ട്. സുപർണൻ എന്ന പേരുള്ള ഒരു ഗരുഡൻ ഈ നദീതീരത്ത് തപസ് ചെയ്ത് ദേവിയോട് ഈ നദി തന്റെ പേരിൽ അറിയപ്പെടണമെന്ന് ആവശ്യപ്പെട്ടു അത്ര. ദേവി അത് അനുവദിച്ചു എന്നാണ് സങ്കല്പം. സുവർണൻ, സൗപർണിക, ഗ്രേറ്റ്, വാട്ട് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. അല്ല പറ്റി ആ അസുരനുണ്ടല്ലോ, അയാൾ അങ്ങോട്ട് പോയി. കോലമഹർഷിയെ കൊല്ലാൻ പോയ മൂകാസുരനെ ദേവി ശൂലം കൊണ്ട് കൊന്നു. അങ്ങനെ മൂകാസുരനെ വധിച്ചതുകൊണ്ടാ ദേവിക്ക് മൂകാംബിക ദേവി എന്ന പേര് വന്നത് തന്നെ. സുപ്രിയ, നീ പറഞ്ഞതുപോലെ നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തന്നിരിക്കുന്നു. എവിടെയാ നീ? ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് നീ ഈ ദീപങ്ങൾ കാണുന്നുണ്ടോ? സുപ്രിയ, ദാ ഇവിടെ ഈ സൗവർണികയുടെ തീരത്ത് ഞാനിരിക്കുന്നു. കാണുന്നുണ്ടോ നീ എന്നെ? ഹിറ്റ്ലർ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? ഒരുപാട് നാളായിട്ട് ചോദിക്കണമെന്ന് വിചാരിച്ച ചോദ്യം. സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. ഈ ദീപങ്ങളാണ് സാക്ഷി. പറയൂ. ചോദിക്കേ. നിങ്ങള് മറ്റാരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.